മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എത്തിയിരിക്കുകയാണ്. പരിപാടിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യഗായത്രിക്ക് തുടരാം. സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം. ചിത്രം മാറ്റണമെന്ന സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പരിപാടി റദ്ദാക്കിയില്ല. ഗവർണർ എത്തി. പുറത്തും അകത്തും സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടയിലാണ് ഗവർണർ എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, നിലവിലുള്ള സാഹചര്യം എപ്രകാരമാണ്? സംഭവസ്ഥലത്ത് SFI KSU ABVP സംഘർഷമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പരിപാടിയിൽ ഗവർണർ എത്തിയിരിക്കുകയാണ്. ഭാരതാംബ വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ സംഘർഷം ഉടലെടുത്തത്. സർവകലാശാല രജിസ്ട്രാർ ഫോട്ടോ എടുത്തു മാറ്റണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടും എടുത്തു മാറ്റിയില്ല. അതേ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. നിലവിൽ പരിപാടിയിൽ ഗവർണർ എത്തിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റുകയാണ്. നിലവിൽ നിരവധി പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിശദമായ വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചേർന്ന സർക്കാർ യോഗത്തിലടക്കം ഭാരതാംബ വിവാദം ചർച്ചയായിരുന്നു. ഭരണഘടനയ്ക്കെതിരാണ് ഇത്തരത്തിലുള്ള ഫോട്ടോ എന്നാണ് സർക്കാർ അടക്കം പറഞ്ഞത്. നിലവിൽ സർക്കാരിന്റെ നയം മുഖ്യമന്ത്രി ഗവർണർക്ക് അയക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംഘർഷം വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. പോലീസുകാർ പ്രതിഷേധക്കാരെ മാറ്റി നിർത്തുന്ന പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. നിലവിൽ അകത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുറത്ത് സംഘർഷം അടുത്ത നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ചിത്രം മാറ്റണമെന്ന സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ അടക്കം ആവശ്യപ്പെട്ടിട്ടും മാറ്റിയില്ല. അതേ തുടർന്നാണ് പരിപാടിയുടെ അകത്തും പുറത്തും സംഘർഷം ഉടലെടുത്തത്. നിലവിൽ അതിന്റെ പശ്ചാത്തലത്തിൽ രാജ്ഭവൻ ഗവർണർ പരിപാടി റദ്ദാക്കില്ല എന്ന് അറിയിച്ചു. അതേ തുടർന്ന് ഗവർണർ എത്തി. ഏത് മതത്തിന്റെ ചിഹ്നമാണ് ഭാരതാംബ എന്നാണ് രാജ്ഭവൻ ചോദിച്ചത്. നിലവിൽ പ്രദേശത്ത് KSU ABVP SFI സംഘർഷമാണ് ഉടലെടുത്തത്. പ്രവർത്തകരെ പോലീസുകാർ പിടിച്ചു മാറ്റുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള കയ്യാങ്കളിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നിലവിൽ 5 മണിക്ക് തുടങ്ങേണ്ട പരിപാടിയാണ് 6:30 ആയപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതും വലിയ രീതിയിലുള്ള സംഘർഷത്തിനൊടുവിലാണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ പ്രതിഷേധക്കാരെയൊക്കെ പോലീസ് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധം ചെറിയ രീതിയിൽ അയഞ്ഞ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ സെനറ്റ് ഹാളിൽ പരിപാടി പ്രതിഷേധമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഭാരതാംബയുടെ ചിത്രവും തൊട്ടടുത്ത് തന്നെയുണ്ട്. സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലിയാണ് ആദ്യം തർക്കം ഉടലെടുത്തത്. ചിത്രം മാറ്റണമെന്ന സംഘാടക സമിതിയോട് കേരള സർവകലാശാല രജിസ്ട്രാർ അടക്കം ആവശ്യപ്പെട്ടിട്ടും സംഘാടകർ അതിന് കൂട്ടാക്കിയില്ല. എടുത്തുമാറ്റിയില്ലെങ്കിൽ SFI പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു. ഇതിനെതിരെ SFI, ABVP അടക്കമുള്ള സംഘാടകർ തമ്മിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഗവർണർ എത്തിയത്. സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, വിശദാംശങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ സംഘർഷത്തിന് പിന്നാലെ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് പരിപാടി റദ്ദ് ചെയ്ത യാതൊരു അറിയിപ്പും രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നാലെ ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. 5:30 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഘർഷവും പ്രതിഷേധവും ഒക്കെ കണക്കിലെടുത്ത് പരിപാടി ഒരല്പം വൈകിയിട്ടുണ്ടെങ്കിലും ഗവർണർ